മലയാള സിനിമയുടെ നിറസാന്നിധ്യമായ അല്ലെങ്കിൽ ഒഴിച്ചുകൂടാനാകാത്ത മഹാപ്രതിഭ ശ്രീനിവാസൻ ഇപ്പോൾ കുറച്ച് സമയങ്ങൾക്ക് മുൻപ് വിടവാങ്ങിയിരിക്കുകയാണ്. അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് പറയാനാണെങ്കിൽ നമുക്കറിയാം, സിനിമയിൽ അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ള ആ ഒരു റോളുകളൊന്നും മറ്റാർക്കും പകരം വെക്കാനാകില്ല എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. നമ്മൾ പോലും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ ഒരു ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ സിനിമ സന്ദേശവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരുപാട് ചർച്ചകളിൽ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു വിയോഗത്തിൽ എന്താണ് പറയാനുള്ളത്? ഒന്ന്, അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ചെയ്ത കഥാപാത്രങ്ങൾക്കപ്പുറത്ത് എഴുതി വെച്ച കഥ എന്ന് ഞാൻ പറയില്ല, എഴുതി വെച്ച ജീവിതങ്ങൾ അത് കാലാനുവർത്തിയാണ്. എന്ന് വെച്ചാൽ ഇപ്പൊ സന്ദേശം സിനിമ ഇപ്പൊ എടുത്തു നോക്കിയാൽ ആ സിനിമയിൽ ഏതാണ്ട് പിണറായി വിജയനും കൂട്ടരും എന്താണോ ചെയ്യുന്നത് അത് അതേപടി ഇന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഓർക്കും, ഇദ്ദേഹത്തിന് എന്തെങ്കിലും സിക്സ്ത് സെൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ടൈം ട്രാവലർ ആണോ, 2025 2024 ഇതൊക്കെ നടക്കുമെന്ന് കണ്ട് അദ്ദേഹം മുമ്പേ എഴുതി വെച്ചിരിക്കുന്നു എന്ന് തോന്നും. പക്ഷെ ഒരു 2035 2045 എത്തുമ്പോൾ അന്നത്തെ പൊളിറ്റീഷ്യൻസും ഏറെക്കുറെയൊക്കെ ഇതിനോട് സമാനമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവാം. അല്ലെങ്കിൽ 90കളിലേക്ക് നോക്കിയാൽ അതിനും ഇതുമായി കണക്ടിവിറ്റി ഉണ്ട്. അതായത് അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ, അദ്ദേഹം എഴുതി വെച്ച കഥാപാത്രങ്ങൾ എല്ലാം തന്നെ സഞ്ചാരികളാണ്. ഓരോ കാലഘട്ടത്തിലും പ്രസക്തമായ ഓരോ കാലഘട്ടത്തിലൂടെയും സഞ്ചരിക്കുന്നവരാണ്. ദാസനും വിജയനും ആ കാലഘട്ടത്തിലെ ഒരു ഏതാണ്ട് ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞ് ജോലി കിട്ടാത്ത, നാട്ടിൽ നിന്നാൽ തൊഴിലില്ലാത്ത ഒരു യുവതയെ വളരെ കൃത്യമായി രേഖപ്പെടുത്തുകയാണ് ദാസനും വിജയനും. ജോലി കിട്ടാതെ പിന്നീട് മദ്രാസിന് പോകുന്നതും മദ്രാസിൽ എന്തെങ്കിലും തൊഴിൽ അന്വേഷിക്കുന്നതും സിനിമയിലേക്ക് കടക്കുന്നതും ഒക്കെ അന്നത്തെ കാലഘട്ടത്തിന്റെ തന്നെ ഒരു ട്രെൻഡായിരുന്നു. അതിൽ ബോംബെക്ക് പോകുന്നവരുണ്ട്, ബോംബെയിൽ പോയി ഈ പറയുന്ന അധോലോകത്തിന്റെ ഭാഗമാവാൻ, അണ്ടർവേൾഡിന്റെ ഭാഗമാകാൻ പോകുന്ന ഒരു ട്രെൻഡൊക്കെ അന്ന് ഉണ്ടായിരുന്നതാണ്. അതെല്ലാം വളരെ കൃത്യമായി ആ കാലഘട്ടം എങ്ങനെയാണ് എന്നത് എടുത്തു നോക്കിയാൽ, ആ കാലഘട്ടത്തിൽ അതായത് ഇപ്പൊ 90കളിൽ എങ്ങനെയായിരുന്നു കേരളം എന്ന് നോക്കിയാൽ ശ്രീനിവാസന്റെ ഒരു പടം കണ്ടാൽ മതി. അന്ന് എങ്ങനെയാണ് യുവത ചിന്തിച്ചിരുന്നത്, അന്നത്തെ പശ്ചാത്തലം എങ്ങനെയാണ്, അന്നത്തെ പ്രണയം എങ്ങനെയായിരുന്നു, അന്നത്തെ രാഷ്ട്രീയം എങ്ങനെയായിരുന്നു, അന്നത്തെ വിമർശനങ്ങൾ, വികാരങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് നോക്കണമെങ്കിൽ ഒരു ശ്രീനിവാസൻ സിനിമ കണ്ടാൽ, അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളിലേക്ക് നോക്കിയാൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ എത്രയെത്രയോ സിനിമകൾ പൊള്ളയായ ജീവിതത്തെ തുറന്നു കാണിക്കുന്നതിനോടൊപ്പം പൊള്ളുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളെ സിനിമ രംഗത്ത് പ്രതിഫലിപ്പിക്കാൻ, സ്ക്രീനിൽ അതിനെ അവതരിപ്പിക്കാൻ, കൃത്യമായി ആലേഖനം ചെയ്യാൻ ശ്രീനിവാസൻ എന്ന തിരക്കഥാകൃത്തിന് സാധിച്ചിരുന്നു എന്നത് വലിയ സത്യമാണ്, നഗ്നമായ ഒരു സത്യം തന്നെയാണ്. തീർച്ചയായിട്ടും. ഒപ്പം തന്നെ അദ്ദേഹം സ്വജീവിതത്തിൽ ഒരു കഥാകാരൻ എന്നതിനപ്പുറത്ത്, ഒരു സിനിമാ നടൻ എന്നതിനപ്പുറത്ത്, ഒരു സെലിബ്രിറ്റി എന്നതിനപ്പുറത്ത് അദ്ദേഹം നടത്തിയ വിവിധ സ്റ്റേറ്റ്മെന്റുകളുണ്ട്. കമ്മ്യൂണിസത്തിന്റെ പൊള്ളയായ അവസ്ഥകളെ അദ്ദേഹം എത്രയോ തവണ തുറന്നു കാണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വിമർശനത്തിന്റെ മുന ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്. കോൺഗ്രസ് ഭരണത്തിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം എത്രയോ തവണ വിമർശിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ കടന്നു വരുന്ന സംഘ് പരിവാർ കാവ്യവൽക്കരണത്തെ അദ്ദേഹം നിശിതമായി വിമർശിച്ചിട്ടുണ്ട്. ഏറ്റവും അടുത്ത സുഹൃത്ത്, ഒരുപക്ഷെ ശ്രീനിവാസന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് സിനിമാ മേഖലയിൽ എനിക്ക് തോന്നുന്നത് മോഹൻലാലാണ്. ആ മോഹൻലാലിനെ പോലും ഒരു കാലഘട്ടത്തിൽ വിമർശനത്തിന്റെ ശയ്യയിൽ കടത്താൻ സാധിച്ച ഒരാളാണ് ശ്രീനിവാസൻ. അപ്പോൾ ബന്ധങ്ങൾക്കപ്പുറത്ത് വിമർശനങ്ങളും വിമർശനങ്ങൾക്കപ്പുറത്ത് സ്നേഹബന്ധവും കാത്തു സൂക്ഷിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു ബുക്കുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ഒരിക്കൽ കണ്ടിരുന്നു. അന്ന് മേയാ കുൾപ്പ എന്നായിരുന്നു എൻ്റെ ബുക്കിന്റെ പേര്. അപ്പോൾ ഇത് വായിക്കുന്നവർ മേയാ കുൾപ്പ എന്ന് പറയുമോടോ എന്ന് ചോദിച്ച് ചിരിച്ചൊരു അവസ്ഥ ഞാൻ ആലോചിക്കുകയാണ്. അതായത് മേയാ കുൾപ്പയുടെ അർത്ഥം എൻ്റെ പിഴ എന്നാണ്. അപ്പം ആ ബുക്ക് വായിക്കുന്നവർ എൻ്റെ പിഴ, ദൈവം ഇത് വായിച്ചു പോയല്ലോ എന്ന് പറയുമോ എന്ന് ചോദിച്ച് എന്നെ പരിഹസിച്ച ഒരു അവസ്ഥ ഞാൻ ആലോചിക്കണം. പക്ഷേ അതിനുശേഷം അദ്ദേഹം തന്ന ഒരു ഇൻസൈറ്റുകൾ, ഒരു യുവ എഴുത്തുകാരൻ എന്ന നിലയിൽ എനിക്ക് തന്ന ഇൻസൈറ്റുകളും എൻ്റെ മുമ്പിലുണ്ട്. കൊച്ചിയിൽ വെച്ചാണ് ആദ്യമായും, പിന്നീട് നേരിട്ട് ആദ്യമായും അവസാനമായും അന്ന് തന്നെയാണ് കാണുന്നത്. അന്ന് ബുക്ക് സമ്മാനിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു മനുഷ്യനെ വളരെ രസകരമായി ചേർത്ത് പിടിക്കാൻ, രസകരമായി സംസാരിക്കാൻ, അയാളുടെ തെറ്റുകളെ വളരെ രസകരമായി വിമർശിക്കാനൊക്കെ കഴിയുന്ന ഒരു മനുഷ്യനാണ്. ഇങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നിരുന്നു എന്നത് കാലം അടയാളപ്പെടുത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഒരു ഡസൻ അങ്ങനെ നിലപാടുണ്ടായിരുന്ന എത്രയോ കലാകാരന്മാരാണ് നമ്മളെ വിട്ടുപോയത്. ഇപ്പൊ തിലകൻ സാർ ആവട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്ന ശ്രീനിവാസനാവട്ടെ, അങ്ങനെ ഒരു കാലഘട്ടത്തിന്റെ നിലപാടുകളെ, ഒരു കാലഘട്ടത്തിന്റെ ജീവിതത്തെ അടയാളപ്പെടുത്തിയ ഒരുപാട് മനുഷ്യർ നമ്മളെ വിട്ടുപോവുകയാണ്. അദ്ദേഹം ആശുപത്രിയിലായിരുന്നു, കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് അറിയാമായിരുന്നു എങ്കിൽ പോലും ഇത് തികച്ചും ആകസ്മികമാണ്. നമ്മളത് അതിൽ നിന്നൊക്കെ അദ്ദേഹം മടങ്ങി വരുന്നു എന്നാണ് നമ്മൾ കണ്ടത്. അദ്ദേഹത്തിന്റെ സന്ദേശം സിനിമയെ ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം പോലും നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞൊരു പ്രസ്താവന ഉണ്ടായിരുന്നു. ഈ ഒരു പാരഡി ഗാനം, ഈ പാട്ട് പ്രചരിപ്പിക്കുന്ന, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ
ഭയങ്കരമായിട്ട് വൈറലായിരുന്ന ആ ഒരു പാരഡി ഗാനം, അതിനെതിരെ പിന്നീട് കേസ് കാര്യങ്ങളൊക്കെ ആയിട്ട് CPM പോകുമ്പോൾ ഇനി സന്ദേശം സിനിമയും ഇത്തരത്തിൽ എടുത്തു മാറ്റേണ്ടി വരുമോ, ഇനി അത് കാണുന്നവർക്കെതിരെയും കേസ് വരുമോ എന്നുള്ള രീതിയിൽ ആ തരത്തിലുള്ള ഒരു പ്രസ്താവന അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷെ അതിന് പിന്നാലെയാണ് ഈ പറഞ്ഞ ഒരു അദ്ദേഹത്തിന്റെ ഒരു മരണവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇനി സന്ദേശം സിനിമയും ഇത്തരത്തിൽ പിണറായി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എടുത്തു കളയണം എന്ന് പറഞ്ഞുള്ള ഒരു തീരുമാനം വരാൻ സാധ്യതയുണ്ടോ? സന്ദേശത്തിന്റെ ഒരു പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞതാണ്. സന്ദേശം ഈ കാലഘട്ടത്തിന് മാത്രമുള്ള ഒരു സന്ദേശമല്ല, അന്ന് എഴുതിയപ്പോൾ ആ സർക്കാരിന് മാത്രമുള്ള ഒരു സന്ദേശമല്ല. ആ സന്ദേശം എത്ര കാലം മലയാളമുണ്ടോ അത്രയും കാലത്തേക്കുള്ള രാഷ്ട്രീയ നേതാക്കൾക്ക് എല്ലാം ഉള്ളൊരു സന്ദേശമുണ്ട്. അതിൽ ഒരു പരിധിവരെ CPM കാണിക്കുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ ജയറാം അവതരിപ്പിക്കുന്ന കഥാപാത്രം ഏതാണ്ട് കോൺഗ്രസ് ആണ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു കഥാപാത്രമാണ്. ഒരു പരിധി അവിടെ ഇവിടേക്കായി സംഘ് പരിവാർ അന്ന് അത്ര ലൈവ് അല്ലാത്തത്, BJP അത്ര ലൈവ് അല്ലാത്തതുകൊണ്ടാണ് അവർക്ക് അത്രമാത്രം ഇത് ആ സിനിമയിൽ കിട്ടാത്തത്. നോക്കൂ, CPM കോൺഗ്രസിനെ ഒരുപോലെ വിമർശിക്കുന്ന ചിത്രമാണ്. പക്ഷേ അതിൽ CPM ആണ് ആ കഥാപാത്രങ്ങൾ എന്താണോ ചെയ്തു വെച്ചത് അതെല്ലാം ശരിയാണ്, ഞങ്ങൾ അതിന്റെ ആൾക്കാരാണ്, ഞങ്ങൾ അതിന്റെ അപ്പോസ്തലന്മാരാണെന്ന് സ്വജീവിതത്തിലൂടെ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് CPM ആണ്. വിമർശനങ്ങളെ മുഴുവൻ പേടിക്കുന്നത് ഏകാധിപതികളാണല്ലോ. കിം ജോങ് ഉന്ന് അവിടെ ചിരി പോലും എന്ത് ചെയ്തു, നിരോധിച്ചു എന്നാണ് നമ്മൾ കേൾക്കുന്നത്. അതായത് കിം ജോങ് ഉന്ന് അതുവഴി കടന്നു പോകുമ്പോൾ ആരെങ്കിലും ചിരിച്ചാൽ ഇനി ആരടാ എന്നെ കളിയാക്കുന്നതാണല്ലോ എന്ന് പേടിച്ച് കിം ജോങ് ഉന്ന് ചിരിക്കുന്നത് പോലും ബാൻ ചെയ്തിട്ടുണ്ട് ഉത്തര കൊറിയയിൽ എന്നാണ് നമ്മൾ കേൾക്കുന്നത്. സ്റ്റാലിന്റെ ഭരണകാലത്ത്, ഈ കമ്മ്യൂണിസ്റ്റുകളുടെ വലിയ നേതാവാണ് സ്റ്റാലിന്റെ ഭരണകാലത്ത് എത്രയോ കലാരൂപങ്ങളെയാണ് ഇവർ നിരോധിച്ചത്. ഫ്രഞ്ച് റവല്യൂഷന്റെ ഭാഗമായി എത്രയോ കലാകാരന്മാരെ, ഒരു സൈഡിൽ കമ്മ്യൂണിസ്റ്റ് പക്ഷത്ത് നിൽക്കുന്നതല്ലാത്ത കലാകാരന്മാരെ ഇവർ പീഡിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് ഏകാധിപതികളെല്ലാം എല്ലാ കാലത്തും കലകളെ എതിർക്കുന്നവരാണ്. അവർ അധികാരത്തിൽ വരാൻ കലയെ ഉപയോഗിക്കും, അധികാരത്തിൽ വന്നതിന് ശേഷം അവർക്ക് നേരെ വിമർശനമുണ്ടായി ആ കലകളെ അടിച്ചമർത്തും. അപ്പോൾ സന്ദേശമൊക്കെ ഇവർ നിരോധിച്ചാൽ നോക്കൂ, ഇപ്പം ഹർഷയ്ക്ക് ആ സിനിമയിലെ എല്ലാ ഡയലോഗും കാണാൻ പടം അറിയാമായിരിക്കുമല്ലോ. എനിക്കറിയാം. ഇപ്പൊ വേണമെങ്കിൽ സീൻ ബൈ സീൻ പറഞ്ഞാൽ പോലും പറയാൻ പറ്റുന്ന കണക്കിന് നമ്മളൊക്കെ ഹർഷയും ഞാനൊക്കെ എനിക്ക് 90കളിൽ ജനിച്ചവരാണ്. 90s കിഡ് എന്നൊക്കെ പറയാവുന്ന 90s കിഡിനും പുതിയ കാലത്തെ ജെൻസി കുട്ടികൾക്കും 80സിലെ എന്താണ് ഈ സോഷ്യൽ മീഡിയ ഭാഷയിൽ പറഞ്ഞ അമ്മാവന്മാർക്കും ഒക്കെ വളരെ കൃത്യമായി ഓർത്തു വെക്കാൻ പറ്റുന്ന, സീൻ ബൈ സീൻ പറയാൻ പറ്റുന്ന കഥാപാത്രങ്ങളാണ്. അതിനി അവരെത്ര നിരോധിച്ചാലും കുട്ടികൾ പറഞ്ഞുകൊണ്ട് നടക്കും, പാടിക്കൊണ്ട് നടക്കും, തെരുവിടങ്ങളിൽ അത് പ്രദർശിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായും അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മരണമില്ല, അദ്ദേഹം എഴുതി വെച്ച കഥാപാത്രങ്ങൾക്ക് മരണമില്ല, അദ്ദേഹം രേഖപ്പെടുത്തിയ ജീവിതത്തിന് മരണമില്ല. അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അത് തുടരുന്നിടത്തോളം കാലം ശ്രീനിവാസൻ ഓർമ്മിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. മലയാള സിനിമയുടെ ശ്രീയാണ് മാഞ്ഞത്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ എല്ലാവിധ ആദരാഞ്ജലികളും അർപ്പിക്കാനാണ് ഞാൻ ഈ സമയത്തെ ഉപയോഗപ്പെടുത്തുക.